പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ എന്നെ കേൾക്കുന്ന മുസ്ലിമീങ്ങളോട് പറയട്ടെ. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, റിയാക്ടിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. അതിന് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരാറുണ്ട്. അത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വിമർശനങ്ങളായിട്ടും ഒക്കെ വരാറുണ്ട്. അതെല്ലാം ആ ഒരു അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കാറുമുണ്ട്. ഈ കൂടുതലായിട്ട് പ്രതികരിക്കുന്ന വിമർശിക്കുന്ന ആളുകൾ അവർ ചിന്തിക്കും എന്ന് തന്നെയാണ് ഇതുവരെയും മനസ്സിലായിട്ടുള്ളത്. അത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ നന്നായിട്ട് ചില കാര്യങ്ങൾ വിമർശിച്ചിരുന്നു. ആ വിമർശിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് പഠിക്കുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിൽ നിന്ന് സത്യം തിരിച്ചറിഞ്ഞത്, ആ ഒരു സത്യമാണ്, സത്യത്തിൻ്റെ മാർഗമാണ് എന്ന് തിരിച്ചറിഞ്ഞത് അത് നെഞ്ചേറ്റാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ ഇന്ന് പരാമർശിക്കുന്ന വിഷയം ജാറ വ്യവസായം സംബന്ധിച്ചുള്ള കാര്യം തന്നെയാണ്. അത് എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളത് ഈ വീഡിയോ കാണുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ജാറങ്ങൾ എന്നുള്ള ആ ഒരു കാര്യം അത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഒരു ആത്മീയതയുടെ മാർഗമാണ് എന്നാണ്. തെറ്റാണത്. തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അതിവിടെ ഈ വഹാബ് സഖാഫിയുടെ ചെറിയൊരു പ്രഭാഷണം അത് നമ്മൾ ചർവിതം ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളോട് പറയാനുള്ളത് എന്നാണ് പറയുന്നത്. യഥാർത്ഥ മുസ്ലിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, വാക്കുകൾ കേൾക്കാറുണ്ടോ എന്നുള്ള ആ ഒരു കാര്യം, ഒരു സംശയം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് നിർത്തിയത്. ഇനി അദ്ദേഹം പറയട്ടെ. എത്ര കവലകളിലാണ് വഹാബികൾ ഇവിടെ വന്ന് മഖ്ബറക്കെതിരെ പ്രസംഗിക്കുന്നത്. ഇവിടെ കവലകൾ തോറും വഹാബികൾ മഖ്ബറക്കെതിരെ പ്രസംഗിക്കുന്നുണ്ട് എന്നാണ് വഹാബ് സഖാഫിയുടെ ആരോപണം. അത് എന്തിനാണെന്നുള്ളത് വീഡിയോ കാണുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതൊരു വെറും ആരോപണമല്ല, അതൊരു സത്യമാണ്. മഖ്ബറകളായ മഖ്ബറകൾക്കെതിരെയൊക്കെ വഹാബികൾ എന്നിവർ ഓമനപ്പേരിട്ട് വിളിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലെ ആളുകൾ പ്രസംഗിക്കാറുണ്ട്. അവർ അതിൻ്റെ കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ജാറ വ്യവസായം, ഖബറ് പാരമ്പര്യം, ഖബറിങ്ങനെ കെട്ടിപ്പൊക്കിയിട്ട് ഉയർത്തിയിട്ട് ജാറമാക്കിയിട്ട് അതിൽ പെയിൻ്റ് അടിച്ചുകൊണ്ട് പട്ടിട്ടുകൊണ്ട് അവിടെ ചന്ദനത്തിരിയും നിലവിളക്കും കൊളുത്തി വെച്ചുകൊണ്ട് അവിടെ ജാറം മൂടിക്കൊണ്ട് പെട്ടി വെച്ച് അതിലേക്ക് ആളുകളെ കൊണ്ട് പൈസ ഇടിയിപ്പിച്ചുകൊണ്ട് ആ പൈസ സ്വരൂകൂട്ടിക്കൊണ്ട് അവിടെ ഉറൂസും ചന്ദനക്കുടവും നേർച്ചയും പെട്ടിവരവും അതുപോലെയുള്ള കാര്യങ്ങൾ അത് ഇസ്ലാമിൽ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇസ്ലാമിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വഹാബികൾ എന്ന് നിങ്ങൾ പറയുന്ന സലഫി ആദർശത്തിലുള്ള ദായിമാർ അതിനെതിരെ പ്രസംഗിക്കാറുള്ളത് എന്നുള്ളതാണ്. ഈ ഉള്ളവനും അത് ചെയ്യാറുണ്ട്. ഓഫ്ലൈൻ അല്ലെങ്കിലും ഓൺലൈനിലൂടെ ആയിക്കൊണ്ടും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകളിലൂടെ നമ്മളത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി എന്താണ് വഹാബ് സഖാഫി പറയുന്നതെന്ന് കേൾക്കാം. പ്രിയമുള്ളവരെ, സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തിനു വേണ്ടിയാണ് ജാറങ്ങളുള്ളത് എന്നുള്ളത് അവർ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകളിൽ പിടിച്ചാണ് നമ്മൾ ഈ വീഡിയോ വിശദീകരിക്കാൻ പോകുന്നത്. പറയട്ടെ, വഹാബ് സഖാഫി പറയട്ടെ. മഹാന്മാരായ ഔലിയാക്കൾക്കെതിരെ തോന്നിവാസം പറയുന്നത്, മഹാന്മാരായ ഔലിയാക്കൾക്കെതിരെ തോന്നിവാസം പറയുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. മഹാന്മാരായ ഔലിയാക്കളെ തോന്നിവാസം പറയുന്ന ഏതെങ്കിലും ഒരു മുജാഹിദിനെ കാണിച്ചു തരാൻ വഹാബ് സഖാഫി താങ്കൾക്കോ താങ്കളുടെ കബീലയിലുള്ള ആർക്കെങ്കിലുമോ കഴിയുമോ? പിന്നെ ഒരാൾ, ആ ആള് വലിയാണോ വലിയല്ലേ എന്നുള്ളതൊക്കെ പറയേണ്ടവൻ അള്ളാഹു ആണ്. വലിയ എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ ഔലിയ ആയാലാണല്ലോ വലിയ എന്ന് പറയുക. പിന്നെ ലക്ഷണശാസ്ത്രം നോക്കിയിട്ട് പറയാൻ ഇവിടെ ജ്യോതിഷന്മാരൊന്നുമില്ല. പിന്നെ അള്ളാഹു അറിയിക്കുന്ന ആ ഒരു കാര്യം ഇവിടേക്ക് പറഞ്ഞു തരാൻ വഹിയുമില്ല. പിന്നെ ഇൽഹാമിലൂടെ പറയാം. ഇൽഹാം മുഴുവനായിട്ടും ഇപ്പോൾ ഒരാൾക്ക് മനസ്സിലായിട്ട് തോന്നുകയാണ്, ഒരു ഇൽഹാമാണ് തോന്നുകയാണ്. ഇത് ശൈത്താനും കൊടുക്കും ഇൽഹാമേ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ മഹാന്മാരായ ഔലിയാക്കന്മാരെ ചീത്ത പറയുന്ന ഏതെങ്കിലും ഒരു സലഫി ആദർശത്തിലുള്ള ആളെ താങ്കൾക്ക് അറിയാമെങ്കിൽ കാണിച്ചു തരിക. പിന്നെ താങ്കൾ ഒരു ഔലിയാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സാധു, കുളിക്കുകയും തിരുമ്പുകയും ചെയ്യാതെ, മുടിവെട്ട് നഖംവെട്ടി ഒന്നും ചെയ്യാതെ, നമസ്കരിക്കുക നോമ്പെടുക്കുക ഒന്നും ചെയ്യാതെ നടക്കുന്ന ഏതെങ്കിലും ഒരു സാധു, മാനസിക രോഗത്തിൻ്റെ വിഭ്രാന്തിയിലുള്ള ആരെങ്കിലും, അവരെ മഹാനാണ് ഔലിയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് നിങ്ങൾ എത്ര എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഇനിയും വഹാബ് സഖാഫിക്ക് എന്തൊക്കെ പറയാനുണ്ട് കേൾക്കാം. ആ മഖ്ബറയിൽ സംഭാവന കൊടുത്ത് നാടിലെ വിവിധ ഖൈറുകൾക്ക് വേണ്ടി പണം ചെലവിടുന്നതിനെ ചൂഷണമായി തോന്നിവാസം പറയുന്നത്.
അതാണ്. അപ്പോൾ ആ മഹാന് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കുഴിച്ചു മൂടിയ അല്ലെങ്കിൽ മറവ് ചെയ്ത ആ ആളുകളുടെ പേരിൽ അവർ പിരിവെടുത്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തെയാണ് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കുറ്റം പറയാറുള്ളത്, സലഫി ആദർശത്തിലുള്ള ആളുകൾ, ദായിമാർ കുറ്റം പറയാറുള്ളത് എന്നാണ്. അപ്പോൾ അതുപോലെയുള്ള ആളുകൾ മഹാന്മാരാണ് എങ്കിൽ, ഔലിയാക്കളാണ് എങ്കിൽ, അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ മറവ് ചെയ്തിട്ട് ജാറോ എടുപ്പും ഉണ്ടാക്കിയിട്ട് നിങ്ങളവിടെ പിരിവെടുക്കണം എന്തിനാണ്? ഇങ്ങനെ ഒരു സിസ്റ്റം ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. അത് നിങ്ങൾ നല്ല കാര്യത്തിനല്ല എന്ത് കാര്യത്തിന് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ചുരുക്കം അതിനൊരു ഉദാഹരണം പറയാം. നമുക്ക് നമ്മുടെ സമ്പത്ത് ബാങ്കിലുണ്ട്, അതിൽ പലിശ ലഭിക്കുകയാണ്. ആ പലിശ നമ്മൾ നല്ല കാര്യത്തിന് ഇങ്ങനെ ചെലവഴിക്കുകയാണ്. എന്നിട്ട് വലിയ ഇതിൽ നമ്മൾ പറയാണ്, നമ്മൾ നല്ല കാര്യത്തിനല്ല ചെലവഴിക്കുന്നത്, എന്തിനാണ് നിങ്ങളത് പലിശ എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയണേ എന്ന് ചോദിക്കുന്ന പോലെയാണേ. പലിശ ഹറാമാണ്. അതുപോലെ തന്നെ മയ്യത്ത് കാണിച്ചുകൊണ്ട് മയ്യത്തിൻ്റെ അത് സമാധിയാക്കിക്കൊണ്ട് ആ സമാധിയുടെ നാലോറം വെട്ടിയും വെച്ചിട്ട് അതിന് കുറച്ച് കൂലിക്കാരിയും വെച്ചുകൊണ്ട് അവിടെ പിരിവെടുക്കുകയും അതിങ്ങനെ നടത്തുക, അത് അള്ളാൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹും പഠിപ്പിച്ചിട്ടില്ല. 1,24,000 പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു പ്രവാചകൻ്റെ പോലും ഖബറ് അത് കണ്ടെത്തുകയും അവിടെ ജാറുണ്ടാക്കിയിട്ട് അവിടെ പെട്ടി വെച്ചിട്ട് പിരിവാക്കിയിട്ട് അവിടെ ഇങ്ങനെ പച്ചത്തുണിയും പിടിച്ചിട്ട് റസൂലുള്ള ഇരുന്നിട്ടില്ല, സ്വഹാബത്താരും ഇരുന്നിട്ടില്ല, താബീങ്ങളും താബീങ്ങളും ഇരുന്നിട്ടില്ല. അവരാണ് സലഫുകൾ. അവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്, മാതൃകയാക്കേണ്ടത്, അനുധാവനം ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ആ സലഫു സാലിഹീങ്ങളെ അനുധാവനം ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യം ആണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അതില്ല പിന്നെ നിങ്ങൾ ഇന്നലെ മിഞ്ഞാന്ന് തുടങ്ങിയ ഏതെങ്കിലും ജാറത്തിൻ്റെ പിന്നാലെ, അല്ലെങ്കിൽ ഷിയാക്കൾ തുടങ്ങിയ ജാറത്തിൻ്റെ പിന്നാലെ, അല്ലെങ്കിൽ ഷിയാക്കൾക്ക് കാണിച്ചു കൊടുത്ത് ജൂതന്മാരത്ത് കുറേ ജാറൊക്കെ ഉണ്ട്. അത് ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വഹാബ് സക്കാഫിയെ. പറയുങ്ങൾ. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും മഖബറിന്റെ നേർച്ചപ്പെട്ടി നിങ്ങളെ കയ്യിലാ താക്കോല്, മഖബറിന്റെ താക്കോലും നിങ്ങളെ കയ്യിലാണ്. അവിടെ ഉറൂസ് നടത്തുന്നത് കമ്മിറ്റിക്കാരും നിങ്ങളാണ്. അതാണ് ഇപ്പോൾ മൂപ്പരുടെ പ്രശ്നം. AP വിഭാഗത്തിന് കാര്യപ്പെട്ട മക്ബറുകളൊന്നുമില്ല, ജാറങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ള വലിയ ജാറങ്ങൾ, നല്ല വരുമാനമുള്ള ജാറങ്ങളൊക്കെ ഇപ്പോൾ ആരെടുത്താണ്? EK വിഭാഗം സംസ്ഥയുടെ കയ്യിലാണ്, അതായത് ചേളാരി സംസ്ഥയുടെ കയ്യിലാണുള്ളത്. അപ്പോൾ കാന്തപുരം വിഭാഗത്തിൻ്റെ ആളുകളായിക്കൊണ്ടാണ് ഇപ്പോൾ വഹാബ് സക്കാഫി പറയുന്നത്, നിങ്ങളെ കയ്യിലാണ് ജാറങ്ങളൊക്കെ ഉള്ളത്, നിങ്ങളെ കയ്യിലാണ് ജാറങ്ങളത്തെ പെട്ടികളൊക്കെ ഉള്ളത്, ആ പെട്ടിയുടെ താക്കോലും നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് മൂപ്പര ബേജാറ്. ഇനി എന്താണ് ബേജാറെന്നും കൂടി കേട്ടോളി നിങ്ങൾ. പക്ഷേ 10 ദിവസം വയല് വെച്ചാലോ ഔലിയാക്കളെ ജാറത്തിങ്കൽക്ക് വരുന്നതിന് പുണ്യുണ്ട് എന്ന് പറയുന്നൊരു പ്രസംഗം നടത്താറുണ്ടോ? അതുപോലെ അവിടെ കട്ടെ ഔലിയാക്കളുടെ ജാറങ്ങളിലേക്ക് വരുന്നത് പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം നടത്താറുണ്ടോ? സമസ്തക്കാരെ നിങ്ങളവിടെ പെട്ടിവെച്ച് പിരിച്ചെടുത്തുകൊണ്ട് അത് നിങ്ങൾ പല തരത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടല്ലോ. ഒരു പ്രഭാഷണം വെച്ചിട്ട് ഈ ജാറത്തേക്ക് വരുന്നത് പുണ്യാണ് എന്ന് പ്രസംഗിക്കാറുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സത്യമാണത്. അവർ ചില ജാറങ്ങളിലൊക്കെ അങ്ങനെ പുണ്യാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളവിടെ പേരില്ലാത്തൊരു ജാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, വടക്കമണ്ണത്ത്. ആരാണ് അവിടെ എന്താണെന്നൊന്നും അറിയില്ല, നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്, ഉറൂസ് നടത്താറുണ്ട്. എന്നാൽ അങ്ങനെ സാധാരണ എല്ലായിടത്തും നടത്താറുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നടത്താറുണ്ടോ? ഈ പെട്ടി വെച്ച് പിരിവടത്തണവും ഈ മയ്യത്ത് മറവ് ചെയ്തിട്ട് അവിടെ എടുപ്പുണ്ടാക്കിയിട്ട് അതൊക്കെ അനിസ്ലാമികമാണ്. പിന്നെ ഇനിയിപ്പോൾ ഈ അനിസ്ലാമികമായൊരു കാര്യത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു മൗലിയർ അവിടെ വന്നിട്ട് വയലു പറഞ്ഞാൽ അത് നമ്മൾ പൊളിച്ചെടുക്കുന്ന ഓലിക്ക് അറിയേ. അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് കാര്യപ്പെട്ട ജാറൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇടപെടത്തിൽ പെടാൻ പറ്റിയിട്ടില്ല. നിങ്ങളെന്ത് ചെയ്യും? ജാറൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കും. പക്ഷെ ജാറം കൊണ്ടു നടക്കണമല്ലോ ഓലത് വല്ലാണ്ട് സത്യപ്പെടുത്താനൊന്നും നിൽക്കൂല. അന്ധവിശ്വാസികളായ ജനങ്ങൾ അവിടെ കൊണ്ടുവരുന്ന പൈസ എടുത്തിട്ട് ചെലവഴിക്കും. അത് മൂപ്പർക്ക് കണ്ടിട്ട് ഭയങ്കര കുരുപൊട്ടാണ്. ഇനിയും കേട്ടോളൂ നിങ്ങൾ. അതുപോലെ ഔലിയാക്കളെ ജാറത്തിന് തോന്നിവാസം പറയുന്ന വഹാബിക്കെതിരെ ഒരു മിനിറ്റ്. ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ ഒക്കെ ജാറങ്ങൾക്കെതിരെ തോന്നിവാസം പറയുന്ന ഏത് ഔലിയക്കാണ് ജാറുള്ളത്? നിങ്ങൾ ഔലിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഓലിക്ക് നിങ്ങൾ ജാറണ്ട് ഉണ്ടാക്കിക്കുന്നു വെച്ചെങ്കിൽ, ഞങ്ങൾ എരുമക്കൊണ്ടൊരു കുട്ടി, അതൊരു പോത്തും കുട്ടിയാണ്. ആ പോത്തും കുട്ടിക്ക് ഞങ്ങളൊരു ഷൂ തുന്നിക്കണു. ഏത് ഷൂവേ?
ഞങ്ങളെ പോത്തുംകുട്ടിക്കുണ്ട് ഒരു ഷൂ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ, നിങ്ങളെ പോത്തുംകുട്ടിക്ക് ഷൂവോ അതുപോലെ വള്ളി ട്രൗസറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇട്ടോളിയും എന്നേ നമ്മൾ പറയുള്ളൂ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ആളെ ഔലിയാണെന്നും പറഞ്ഞിട്ട് ആ ആൾക്ക് നിങ്ങളൊരു ജാറവും കെട്ടിയേക്കെന്ന് വെച്ചെങ്കിൽ അത് തലയിലേറ്റി കൊണ്ട് മറ്റുള്ളവരും നടക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വഹാബ് സക്കാഫി ഇനി പറഞ്ഞു കേൾക്കും. 10-20 ദിവസം 100 കണക്കിന് ട്യൂബ് കെട്ടിയിട്ട് ഉറൂസ് നടത്തുന്ന മുഅ്മിനീങ്ങള്. നിർത്ത്. അതായത് 10-20 ദിവസം 100 കണക്കിന് ട്യൂബ് കെട്ടിയിട്ട് ഉറൂസ് നടത്തുന്ന മോമിനീങ്ങളെ എന്ന് പറയണ്ട, ദയവ് ചെയ്തിട്ട് മുസ്ലിം നാമധാരികളെ എന്ന് വിളിച്ചോളൂ. കാര്യം മോമിനീങ്ങൾ അവർ ഈമാനുള്ളവരായിരിക്കും, അവരൊരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യൂല. കാര്യം എന്താണ്? ഈമാൻ എന്നുള്ള കാര്യം അത് നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ള തലത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. അവിടെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും പഠിപ്പിച്ചു തന്ന ആ ഒരു ജീവിത മതമായ ദീനുൽ ഇസ്ലാമിലെ അവിടെ നിന്നുകൊണ്ടേ അവർ പ്രവർത്തിക്കുള്ളൂ. അവിടെ നിങ്ങൾ ഈ പറഞ്ഞ ട്യൂബ് ലൈറ്റ് കെട്ടലൊക്കെ ആവശ്യമാണ്, അതൊരു ആദർശമൊന്നുമല്ല. എന്നാൽ നിങ്ങളുടെ ഒരു മയ്യത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കിക്കൊണ്ട് അത് കെട്ടിയുണ്ടാക്കിയിട്ട് അവിടെ വലിയൊരു ജാറൊക്കെ ഉണ്ടാക്കിയിട്ട് ജാറപ്പരയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ 4 പുറവും അതിൻ്റെതായിട്ടുള്ള എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പെട്ടി വെച്ചിട്ട് പട്ട് ഉടുപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ പാവാട കെട്ടുക എന്നാണ് പറഞ്ഞത്. അതുപോലെ പെയിൻ്റ് അടിച്ചിട്ട് ഒരു പച്ച മയായിരിക്കും അത് തന്നെ. എന്നിട്ട് കുറേ എണ്ണയും കുറേ ചന്ദനത്തിരിയും കുറച്ച് പെണ്ണുങ്ങളും അത് തന്നെ വരും, കുറച്ച് ആണുങ്ങളും വരും, പിന്നെ ആരെങ്കിലുമൊക്കെ വരും. എന്നിട്ട് ഓല് ഇങ്ങനെ വന്നിട്ട് ഓല ജാറം മൂടുക. ഇജാതി കാര്യമൊന്നും ഇസ്ലാമിലില്ല. എന്തിനാ അതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ? എന്നിട്ട് മൂപ്പര പ്രശ്നം നീ എന്താണെന്നും കൂടി കേൾക്കുക. എന്തുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് നിങ്ങളൊന്ന് നേർച്ചന്റെ പവർ പഠിപ്പിച്ചു കൊടുത്തൂടാ? ഒരു മിനിറ്റ്. മുഅ്മിനീങ്ങൾക്ക് എന്തുകൊണ്ട് നേർച്ചയുടെ പവർ പഠിപ്പിച്ചു കൊടുത്തൂല എന്നാണ് പറയണത്? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഷഹാദത്ത് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ നേർച്ച പഠിപ്പിച്ചു കൊടുക്കണ്ട. നിങ്ങളെ നേർച്ചയല്ല ഇസ്ലാമിലെ നേർച്ച എന്താണ് എന്നുള്ളതൊക്കെ വിശദമായിക്കൊണ്ട് പലതവണ നമ്മൾ പറഞ്ഞതാണ്. ഈ കാട്ടിൽ കൂട്ടുന്ന ഈ ഉറൂസ്, മാമാങ്കം, ചന്ദനക്കുടം, നേർച്ച, പെട്ടിവരവ്, ഇജാതി സാധനങ്ങളൊന്നും ഇസ്ലാമിലില്ല. ഈ പെട്ടി വെച്ച് പിരിവൊന്നുമില്ല. അപ്പോൾ മോമിനീങ്ങൾക്ക് എന്ന് പറയണ്ട, അത് ഒരു അധികപ്പറ്റാണ്. പറയും ഉറൂസിനെതിരെ തോന്നിവാസം പറയുന്ന വഹാബികൾക്കെതിരെ എന്തുകൊണ്ട് ഉറൂസിനെതിരെ തോന്നിവാസം പറയുന്ന? ഉറൂസിനെതിരെ തോന്നിവാസമല്ല, അത് അല്ലാത്ത വാസാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറൂസ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളൊരു മതമായിട്ട് രജിസ്റ്റർ ചെയ്തോളൂ. എന്നിട്ട് നിങ്ങളുടെ മതത്തിൻ്റെ ആദർശമാണ്, അതിൻ്റെ ആഘോഷമാണ്, അതിൻ്റെ ആചാരമാണ്, അനുഷ്ഠാനമാണ്, ഇബാദത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തോളിയും. ഖബർ സിയാറത്ത് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ഈ കൊണ്ടുപോകുന്നതൊക്കെ അത് തനിച്ച ബിദ്അത്തും ശിർക്കും ഹറാമും ആണ്. അത് പറയണ എങ്ങനെ തോന്നിയാസാവണ്? എന്താ വഹാബ് സക്കാഫിയെ കിതാബ് ഓതിയിട്ട് ഇപ്പോൾ പേച്ചു പോവുക ചെയ്യുന്നങ്ങളൊക്കെ ആണോ? അത് ശരി, പറഞ്ഞേ. ഒരു പ്രസംഗം വെച്ചുകൂടോ? എന്തിനങ്ങനെ നിങ്ങൾ ഈ നീട്ടി പരത്തി പറയണേ? ഞാനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് നീട്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളിയാക്കാന്നല്ലാതെ നമ്മളൊക്കെ പറയുന്നത് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരുപാട് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വളരെ വ്യക്തമായിക്കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ പോരെ, എന്തിനത് വെച്ചുകൂടോ? എന്നിട്ട് അവസാനത്തിലൊരു സംഗതി, എന്നൊരു മുക്കലും മുറലും ഒക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യമല്ലേ? അതൊക്കെ കുറച്ച് അധികപ്പറ്റാണ്. എന്തോ ആവട്ടെ. അപ്പോൾ മോമിനീങ്ങൾക്ക് നേർച്ചനെ കുറിച്ച് പറയാൻ അതിനൊരു പ്രഭാഷണം വെക്കേണ്ട ആവശ്യമില്ല. അത് ഇസ്ലാമിൽ തെളിവില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. അന്നി പറയും. ഇത് ലോകത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് വന്ന് അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ കൊടുത്തുകാണ്ട് പാട്ടുപാടിപ്പാടുന്ന പ്രഭാഷണം മാത്രം മതിയോ? അതാണ് മൂപ്പർക്ക് പ്രഭാഷണം. അതൊന്നുമല്ല പ്രശ്നം. ആ ലോകത്തിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന്, അപ്പോൾ ലോകത്തിൻ്റെ അങ്ങേയറ്റം മൂപ്പരുടെ ലോകം കേരളമാണ്. കേരളത്തിൻ്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഒരറ്റം കാസർഗോഡും ഒരറ്റം തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആരാ വരുന്നത്? കൊല്ലം തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ ആണ് ആളുകൾ വരാറുള്ളത്. പിന്നെ കോട്ടയത്തു നിന്നൊക്കെ ആളുകൾ വരാറുണ്ട്. അപ്പോൾ ആ ലോകത്തിൻ്റെ അങ്ങേയറ്റം ഇവരുടെ ലോകം കേരളമാണ്. കേരളത്തിൻ്റെ അങ്ങേയറ്റം തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് വല്ല ബാക്കവിമാർ, ഇത് കബീർ ബാക്കവിയോ അല്ലെങ്കിൽ നൗഷാദ് ബാക്കവിയോ അതുമല്ലെങ്കിൽ നവാസ് മന്നാനി പോലെയുള്ള അല്ലെങ്കിൽ സിറാജുദ്ദീൻ കാസിമി പോലെയുള്ള കുറച്ച് അപ്പുറത്തുനിന്നുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ അങ്ങേത്തല, അത് ലോകത്തിൻ്റെ അങ്ങേത്തലയല്ല. അത് ആദ്യം മനസ്സിലാക്കുക. മറ്റൊരു കാര്യമുള്ളത്, ഓലിക്ക് കൊടുക്കുന്ന പൈസയാണ് ഇവരുടെ പ്രശ്നം. ഇവർക്ക് പൈസയാണ് പ്രശ്നം. അപ്പം ജാർ എന്തിനുള്ള പൈസ ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി കുറച്ചും കൂടി പറയണ്ട, കൂടി ഒന്ന് കേൾക്കാം നമുക്ക്.
ഇതിന്റെ പണി നമ്മളിങ്ങനെ ചില്ലറ കൊടുത്തിട്ടും നീർച്ചപ്പെട്ടിക്ക് പുണ്യുണ്ട് എന്ന് നമ്മൾ വേളറിയണം. പൈസ അപ്പുറത്ത് കൂടെ പോണോ 10-20. അപ്പൊ നീർച്ചപ്പെട്ടിക്ക് പുണ്യുണ്ട് എന്ന് നമ്മൾ ഇങ്ങനെ വയൽ പറയണം. പക്ഷേ പൈസ അപ്പുറത്തെ ടീമിന്റെ അടുത്താ പോണെന്ന് മൂപ്പര് പറഞ്ഞ മനസ്സിലായി ഞങ്ങൾക്ക്. അപ്പുറത്തെ വിഭാഗം, അതായത് സമസ്തയാണ് ഇതൊക്കെ വാങ്ങിയെടുക്കുന്നത്. നമ്മളാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നീർച്ചപ്പെട്ടിക്ക് പുണ്യുണ്ട്, നിങ്ങൾ നീർച്ചപ്പെട്ടിയിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഭണ്ഡാരം, നീർച്ചപ്പെട്ടി എന്ന് പറഞ്ഞ ഭണ്ഡാരം അതിങ്ങനെ കൊണ്ടുപോയി നിറച്ചെടുത്തോളി എന്ന് നമ്മൾ ഇവിടെ നിന്നിട്ട് വയലു പറയാ. അത് വാങ്ങിക്കൊണ്ടുപോണതോ അതൊക്കെ മറ്റേ സമസ്തക്കാർ. അതാണ് മൂപ്പര സങ്കടം. ഇനി പറയാണ്ട് കുറച്ചും കൂടി ഉണ്ട്. 10-20 ദിവസം ഒരു ഫൗറൂസിന്റെ പേരിൽ മതപ്രഭാഷണം വെക്കുമ്പോ ഒരു 2 ദിവസമെങ്കിലും സുന്നത്യമായിട്ട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൂടാ? ഇപ്പോഴാണ് ഇപ്പൊ കുടിച്ചതാണ് യഥാർത്ഥ നന്നാരി സർവത്ത് എന്ന് പറഞ്ഞല്ലേ. സംഭവം വേറെയാണ്, പഴഞ്ചൊല്ലിൽ വേറെയാണല്ലോ, നമുക്കിപ്പോ പറയാൻ പാടില്ലല്ലോ അല്ലേ. ഇപ്പൊ കുടിച്ചതാണ് യഥാർത്ഥ നന്നാരി സർവത്ത്. മറ്റേതൊക്കെ ഈ പഞ്ചസാര ലായനിയായിരുന്നു ഇതുവരെയും കുടിച്ചിരുന്നത്. മൂപ്പര് പറഞ്ഞെന്താണ്, 10-20 ദിവസങ്ങൾ ഇങ്ങനെ വയലിൽ വെക്കണ്ടല്ലോ, എന്തുകൊണ്ട് 2 ദിവസം സുന്നത്ത് ജമാഅത്ത് പറഞ്ഞു കൊടുത്തുകൂടാന്ന് പറഞ്ഞത്. സുന്നത്ത് ജമാഅത്ത് 2 ദിവസം പറയേണ്ട സഹോദര. വഹാബ് സഖാഫിയെ അരമണിക്കൂർ അവിടെ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞാൽ ജാറം കുത്തിപ്പൊളിച്ചൂലേ ആളുകള്, അല്ലെങ്കിൽ കുത്തിപ്പൊളിച്ച് കളയേണ്ടി വരൂലേ അല്ലേ. യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് അവിടെ പറഞ്ഞ ജാറത്തിലുള്ള ആളടക്കം നീച്ചോടും. അതാണ് സുന്നത്ത് ജമാഅത്ത്. അല്ലാതെ സമ്പത്ത് ജമാഅത്തോ ബിദഅത്ത് ജമാഅത്തോ അല്ലെങ്കിൽ ജാറ ജമാഅത്തോ അല്ല. സുന്നത്ത് ജമാഅത്തിൽ ജാറല്ല. അപ്പൊ എങ്ങനെ പിന്നെ അത് അവിടെ പറയാ? അതുകൊണ്ടാണ് ഒരു പറയിപ്പിക്കാത്തത്. പറയാം. നേർച്ചപ്പെട്ടിന്റെ താക്കോലൊന്നും അധിക കാലം കയ്യിൽ നിൽക്കൂല. മൂപ്പരുടെ അപ്പളത്തെയും പ്രശ്നം എന്താണ്? നേർച്ചപ്പെട്ടിയുടെ താക്കോലൊന്നും അധികകാലം കയ്യിൽ നിൽക്കൂലോ. അപ്പൊ മൂപ്പര പ്രശ്നം ജാറോ ഉറൂസും ഒന്നല്ല. മൂപ്പര പ്രശ്നം നീർച്ചപ്പെട്ടിയാണ്. കംപ്ലീറ്റ് ജാറോ നീർച്ചപ്പെട്ടി ഓലെടുത്താണ്. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ ചെയ്തു വെച്ച ഒന്നും വിജയിക്കണില്ല. ഇപ്പോൾ ഇതിനിടയ്ക്ക് AP മുഹമ്മദ് മുസ്ലിയാർ മരിച്ചു, നടന്നില്ല. അതിന് മുമ്പേ കുപ്പസ്വാമി ദാമോദരൻ അയ്യപ്പൻ എന്ന പേരിലുള്ള ഒരു കുപ്പസ്വാമി, അത് ഓച്ചിറയാണ്, അവിടെ അതൊന്ന് ഉണ്ടാക്കി നോക്കി. അത് ഈ മുജാഹിദീങ്ങൾ പോയിട്ട് സത്യം പറഞ്ഞിട്ട് പൊളിച്ചു കളഞ്ഞു. മൂപ്പരുടെ കയ്യുമോ ഉണ്ടായിരുന്നു, സുന്നത്ത് തേച്ചിട്ടില്ല, ഇത് സുന്നത്ത് കട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞപ്പോൾ അത് പൊളിഞ്ഞു. പിന്നെ മൂപ്പർ ഇങ്ങനെ നോക്കി നടക്കുകയാണ്, അതായത് ഈ വിഭാഗം ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അവസാനം അവരുടെ ഒരു ഷെയ്ഖ് ഉണ്ട്. ആ ഷെയ്ഖിൻ്റെ ജാറത്തിന് വേണ്ടിയിട്ട് ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതിപ്പോൾ ഇനി നമ്മൾ പറഞ്ഞതാണ്, പലതവണ പറഞ്ഞാണ്, കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അത് കാത്തിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഏതെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഇവിടെയും മരിക്കണ പോലെയൊക്കെ ജാറ ഉണ്ടാക്കി നോക്കി, വിജയിച്ചില്ല. ഇപ്പോൾ ലാസ്റ്റ് ഒരു 1-1.5 കൊല്ലം മുമ്പേ AP മുഹമ്മദ് മുസ്ലിയാർ, ചെറിയ പി എന്ന് പറയുന്ന ആളുടെ മരണശേഷം അതൊരു ജാറാക്കി നോക്കി. അത് ഓലിക്ക് വേറൊരു പേവ ഉണ്ടായത്. അവിടെ ഉറൂസ്, ഫസ്റ്റത്തെ ഉറൂസിൽ തന്നെ ഈ സംഘടനയിൽ നിന്ന് കുറച്ച് ആളുകളെ അവർക്ക് പുറത്താക്കേണ്ടിയൊക്കെ വന്നു എന്നുള്ളതാണ്. അത് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് അതും കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ ഒരാൾ മരിച്ചത്, കുറച്ച് കാര്യപ്പെട്ട ഒരാൾ, കൂറത്തങ്ങളാണ്. അത് കർണാടകയിലാണ്. മൂപ്പർക്ക് ഒരു ജാറുണ്ടാക്കി നോക്കി, അതും ഈ പറഞ്ഞ പോലെ വിജയിക്കണില്ല. കാരണം എന്താ അറിയോ, ഓല് പുത്തനച്ചി പെരപ്പുറം തൂക്കുന്നു പറഞ്ഞമാര്, അതായത് പുതിയണ്ണ് വേഗം എല്ലാം അടിച്ചോറിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ പെരയുടെ മുകളിലും വേണമെങ്കിൽ, ഇപ്പോഴത്തെ ടെറസ് അല്ല കേട്ടോ, പഴയ ഓട്ടുപേരുടെ പെരപ്പുറം തൂക്കുന്ന ഒരവസ്ഥ. അതേപോലെ ഇവര് മരിച്ചിട്ട് കഴിഞ്ഞു കൊടുക്കണ തുടങ്ങി ഉറൂസ്, അതവിടെ അതോടുക്കനെ കൂട്ടിക്കെട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നം ഇവർക്കൊന്നുമില്ല, ഇതൊക്കെ നിങ്ങളാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളിത് ഇത്രയും തൊള്ളിട്ട് പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ വരുമാനങ്ങളാണല്ലോ കൊണ്ടുപോകണത് എന്നുള്ള സങ്കടമാണ് ഇപ്പോൾ ഈ വഹാബ് സഖാഫി പറയണത്. ലേശം കൂടി പറയണേ, എന്താ അത്? ഈ സാധുക്കളായ പാവങ്ങൾ കയ്യിലെ ചില്ലിക്കാശെടുത്തു മുഅ്മിനീങ്ങൾക്ക് ഈ ദീൻ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. ഇപ്പോൾ നമ്മൾ കുറ്റം കാട്ടുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ജാറുണ്ട്, ജാറങ്ങൾ കുറേ ഉണ്ട്. ആ ജാറങ്ങളൊക്കെ ഈ സമസ്ത രണ്ടായപ്പോൾ ഒരു സമസ്ത വേറെ സംസ്ഥ അങ്ങനെ പോയി. അത് കാന്തപുരം സമസ്തയാണ്. ഓർക്ക് ജാറൊന്നും ഇവർ കൊടുത്തില്ല. അവർക്ക് എന്തൊക്കെ കിട്ടി, എന്തോട്ടെ. ബാക്കി ജാറങ്ങളൊക്കെ സമസ്തയുടെ കയ്യിലാണ്. അപ്പോൾ ഇവർ ജാറത്തിലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്താലേ ഉള്ളൂ ഇവരുടെ കാര്യങ്ങൾ വിജയിക്കുക. ഇവരുടെ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്തും കൊണ്ട് കിടക്കും. പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവരുടെ ഒരു ജാറും വിജയിക്കണില്ല. എന്നാൽ സമസ്തയുടെ അധീനതയിലുള്ള ജാറങ്ങളോ അതൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ അവിടെയൊക്കെ നല്ല ബിസിനസ്സാണ്, ബിസിനസ്സിന് കുറവില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ പൈസ ഇട്ടണൊക്കെ ഇങ്ങക്കല്ലേ എന്നാണ് പറയണത്. എന്നിട്ട് ഇങ്ങക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ബേജാറാണ് മൂപ്പരിവിടെ രേഖപ്പെടുത്തിയത് എന്നുള്ളത് മനസ്സിലാക്കുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജാറൊന്നും വിജയിക്കില്ല, നിങ്ങളുടെ ജാറത്തിലല്ലേ പണം വരുന്നതെന്നുള്ള വിഷമം പറയുന്ന
വഹാബ് സഖാഫി നിങ്ങളുടെ ജാറങ്ങൾ ഒന്നും വിജയിക്കില്ല എന്ന് മാത്രമല്ല അവരുടെ ജാറങ്ങളും ഈ ജനങ്ങൾക്ക് ഈ ഉമ്മത്തിന് അവർ വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കുന്ന ആ സമയം മുതൽ ആ ജാറങ്ങളും പൊളിഞ്ഞു പോകും എന്ന് തന്നെയാണ് ഇവിടെ പറയുവാനുള്ളത്. ജാറങ്ങളുമായിട്ട് നടക്കുന്ന ആളുകൾ ജാറത്തിലത്തെ വരവ് ചെലവ് അത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ കടിപിടി കൂടുന്നത്, പയ്യാരം പറച്ചിൽ പറയുന്നത് എന്നുള്ളത് പ്രിയമുള്ളവർ മനസ്സിലാക്കുക. അള്ളാഹു ഇത്തരം മയ്യത്ത് വ്യവസായത്തെ തൊട്ട് നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാ ഈ വീഡിയോ അതിൻ്റെ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.